മമതാ ബാനർജിയെ ഗവർണർ അവസാനം ചവിട്ടി പുറത്താക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അവർ ഒഴിഞ്ഞിറങ്ങില്ല എന്നായിരുന്നു അവസാന അടവും. ഇപ്പോൾ പാളിപ്പോയിരിക്കുകയാണല്ലോ ബംഗാളിൽ. അതൊരു അൺസെറിമോണിയസ് എക്സിറ്റ് ആയിപ്പോയി. ഒരു മുഖ്യമന്ത്രി 15 വർഷം ഒരു സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രിക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരു അംഗീകാരം അവർക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല, അവർ ഇറങ്ങിപ്പോകുന്നത് ഒരു ഭീകരവാദി എന്നുള്ള പേരോടുകൂടിയാണ്. ഭാവി തലമുറ ഇവർ ഇറങ്ങിപ്പോയതിനെക്കുറിച്ച് ഒരു തുള്ളി കണ്ണുനീർ പോലും വാർക്കില്ല. അവരുടെ പെരുമാറ്റം അതേ രീതിയിലായിരുന്നു. ഈ ഗവർണറുടെ ഓർഡർ ഗംഭീരമായി പോയിട്ടുണ്ട്. ഇന്നലെ RN രവി അദ്ദേഹം പറഞ്ഞത് ഭരണഘടനയിലെ 174 വകുപ്പ് 2-ാം ക്ലോസ് സബ് ക്ലോസ് B പ്രകാരം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഞാൻ ഈ ഗവൺമെൻറ്റിനെ നിയമസഭയെ ഡിസോൾവ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതോടുകൂടി പ്രശ്നം തീർന്നു എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിൽ നിന്നും, അവരുടെ സെക്രട്ടേറിയറ്റിന് എന്തോ ഒരു പേരുണ്ട്, ഞാൻ മറന്നുപോയി, ആ സെക്രട്ടേറിയറ്റിൽ നിന്ന് കസേരയോടുകൂടി പൊക്കിയെടുത്ത് മമതാ ബാനർജിനെ ഒരു 200 മീറ്റർ 300 മീറ്റർ ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. അവർ മാന്യമായി ചെയ്യേണ്ടുന്നൊരു കാര്യമുണ്ട്. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ ഉടനെ രാജിവെക്കണമായിരുന്നു. അവരത് ചെയ്യാതെ ഞാൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ റിസൾട്ടിനെ അംഗീകരിക്കില്ല, ഇലക്ഷൻ കമ്മീഷൻ തെറ്റാണ് ചെയ്തത്, എന്നെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. അവരെ തോൽപ്പിച്ചത് ജനങ്ങളാണ്. അവരുടെ കയ്യിലിരിപ്പ് വളരെ മോശമായിപ്പോയി. ഈ എന്തായിരുന്നു 15 വർഷമായിട്ട് ആയ്മ അവിടെ 2011 തൊട്ട് ആയ്മ തുടങ്ങിയതാണ് ഈ പറഞ്ഞ പോലെ താടകാ നൃത്തം, ഭദ്രകാളി തെയ്യെന്നൊക്കെ വേണേൽ പറയാം. ആ രീതിയിലായിരുന്നു ബംഗാളിൽ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റാണ്ട് പോട്ടെ, വനിതകളെന്ന് പറഞ്ഞാൽ നടന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പം ബലാത്സംഗം ചെയ്യാൻ മാനഭംഗപ്പെടുത്തും. അവരെയൊക്കെ ഇവർ സംരക്ഷിക്കുക. എന്നിട്ട് ഇവരൊരു വനിതയല്ലേ, വനിതയാണെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ അവർ ശക്തമായ നിലപാടെടുക്കുന്നതിന് പകരം ഇവർ പ്രതികളെ മുഴുവൻ സംരക്ഷിക്കുന്ന ഇടപാടാണ് ചെയ്തത്. പിന്നെ ഇവർക്ക് പേരിൽ എത്രയോ അഴിമതി ആരോപണങ്ങളാണ്, വൻകിട അഴിമതി ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്. അയ്യോ, അവരെ വിശേഷിപ്പിക്കാൻ പറ്റിയ പേരൊന്നും ഇല്ല. അതുപോലെയാണ് മറ്റേ ഫൂലാൻ ദേവിയേക്കായും എന്താ പറയുന്ന വൃത്തികെട്ട സ്ത്രീയാണ് ഇവർ. ഫൂലാൻ ദേവി വൃത്തികെട്ട സ്ത്രീ എന്ന് ഞാൻ പറയില്ല, അവർ സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. പക്ഷേ ഇവരൊരു ഹൊറിബിൾ ക്യാരക്ടർ എന്ന് പറയില്ലേ, നമ്മൾ അസഹനീയമായ പെരുമാറ്റത്തിലൂടെ മനുഷ്യരെ മുഴുവൻ വെറുപ്പിക്കുന്ന കഥാപാത്രം. ഇവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഏതാണ്ട് അതേപോലെ ടെമ്പറമെൻ്റൽ ആയിട്ടുള്ള ആൾക്കാർ. ഒരു മഹുവ മൈത്ര എന്ന് പറഞ്ഞൊരു സ്ത്രീ, പിന്നെ വേറെ ഒരു ഡെറിക് ഒബ്രിയൻ എന്ന് പറഞ്ഞ സ്ത്രീ. അയാൾ രാജ്യസഭാ മെമ്പറാണ്. എന്തൊക്കെയാ അയാൾ രാജ്യസഭയിൽ കാട്ടിക്കൂട്ടണേ! ഷൂ, സൈക്കിളിലെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോർ പെരുമാറ്റമാണ് അയാളുടെ. അയാളെ സെൻട്രൽ ജയിലിലെങ്ങാനും പിടിച്ചിടണം, ജീവപര്യന്തം ശിക്ഷ കൊടുത്തിട്ട്. അതാണ് വേണ്ടത് ഇങ്ങനെ പെരുമാറുന്നതിന്. അപ്പം ഇവർ സ്വയം വരുത്തി വെച്ച എന്താ പറയുന്ന സിറ്റുവേഷനാണിത്. ഇവർ മര്യാദയ്ക്ക് ഭരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ, അധികം കറപ്ഷനൊന്നും ഇല്ലാതെ സാമാന്യ രീതിയിൽ ഭരിച്ചു പോയിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ BJP ഒന്നും ഇത്ര ശക്തി പ്രാപിക്കില്ലായിരുന്നു. BJPക്ക് എന്താ 2011 എത്ര സീറ്റ് കിട്ടി? വളരെ അബ്സല്യൂട്ട്ലി 0 ആയിരുന്നു. BJP അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് സംശയമാണ്. ഇവരുടെ ഈ ജനാധിപത്യ വിരുദ്ധമായ പെരുമാറ്റവും മനുഷ്യരെ വെറുപ്പിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യരെ ദ്രോഹിക്കുന്ന നടപടികളുമാണ്. അപ്പോൾ ജനങ്ങൾക്കൊരു ആൾട്ടർനേറ്റ് അവന്യൂ ഇല്ലാതായിപ്പോയി. ആ അവന്യൂ ആണ് BJP പ്രയോജനപ്പെടുത്തിയത്. BJPക്ക് നല്ലൊരു നേതൃത്വ നില കിട്ടി. അതുമാത്രമല്ല, ഇവരുടെ ഡെപ്യൂട്ടി ആയിരുന്നു സുവേന്ദു അധികാരി. അദ്ദേഹം ഇവരെ വിട്ടിട്ട് BJP ചേർന്നപ്പോഴെങ്കിലും ഇവർ മനസ്സിലാക്കണം എന്തുകൊണ്ട് സുവേന്ദു അധികാരി BJPയിൽ ചേർന്നു എന്നിവർ ആലോചിക്കണ്ടായിരുന്നു. അതൊന്നും ആലോചിച്ചില്ല. ഇവർ കേന്ദ്രത്തിനെയും BJPനെയും RSSനെയും ചീത്ത പറഞ്ഞുകൊണ്ടേ നടക്കുകയായിരുന്നു ഇവർ. എന്തൊരു മറ്റേ വളരെ വളരെ എന്താ പറയുക, മുഖത്ത് അവരുടെ വിരോധം, മനുഷ്യരോടുള്ള വിരോധം അതിന് അത്ര വേറെ എങ്ങും നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അതായത് ഒരു ഏകാധിപതിയുടെ വീഴ്ചയാണ്. ആ വീഴ്ച അവർക്ക് സഹിക്കാൻ പറ്റില്ല. സാധാരണഗതിയിൽ നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏകാധിപതികളൊക്കെ വീണ് കഴിഞ്ഞാൽ, അധികാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മരിച്ചു പോകുമെന്ന്. ഈ ലെനിൻ അങ്ങനെയായിരുന്നു. ലെനിൻ്റെ അവസാന കാലഘട്ടം വളരെ ദയനീയവും ശോചനീയവുമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം രോഗബാധിതനായി അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിൻ്റെ എല്ലാ ദുഃഖത്തോടും കൂടി അവസാനം നരകിച്ചുള്ള ഒരു മരണമായിരുന്നു എന്നാണ് പറയുന്നത്. ഈ പറയുന്ന ഏകാധിപതികൾക്കെല്ലാം എങ്ങനെയായിരിക്കും? മമതാ ബാനർജി ഒരു ഏകാധിപതി ആയിരുന്നല്ലോ, അത് ജനാധിപത്യത്തിലാണ് ഭരിച്ചിരുന്നതെങ്കിൽ കൂടി. അവരൊരു ഏകാധിപതിയായിരുന്നു. ഏകാധിപതികൾക്ക് ഇതിൽ നല്ല ഒരു മരണം ആരും വിധിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ ലെനിൻ മരിക്കാൻ കാരണം ഗുഹ്യരോഗമാണ്.
അത് മറ്റേ സാംസ്കാരിക സോവിയറ്റ് യൂണിയനിൽ നിന്ന് അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ എന്താ സമ്മാനം അതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ എത്ര രാഷ്ട്രീയക്കാർക്ക് ഈ സൂക്കേടുണ്ടെന്ന് ദൈവത്തിനറിയാം. അതെ. അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പലരുടെയും എന്താ പറയുക മരണത്തിന് പിന്നിലും പലരുടെയും അസുഖത്തിന് പിന്നിൽ ഈ സൂക്കേട് മയോ കാണുമായിരിക്കാം. ക്ലിനിക്കിൽ പോകുന്ന പലർക്കും പല അസുഖങ്ങളും ഉണ്ടാവുമല്ലോ. അതെ അതെ തീർച്ചയായിട്ടും. ഈ എന്താ പറയുക തായ്ലൻഡിലൊക്കെ പോണവർക്കേ ഉം. പട്ടായയിലൊക്കെ പോണവർക്ക് വരാവുന്ന ഒരു അസുഖമാണ്. പലരും അതെ. പാൻസിൻ്റെ പോക്കറ്റ് കയറ്റിട്ട് നടക്കില്ലേ, പാൻസിൻ്റെ പോക്കറ്റിൽ തുണിയില്ലാന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വരുന്ന അസുഖം ഇതാണ്. അപ്പോൾ അവർക്ക് അതൊക്കെ ഇതൊരു പാഠമാക്കിയിട്ട് എടുക്കേണ്ടതാണ്. ഗുണപാഠം എന്ന് പറയില്ലേ ഓരോ കഥയിൽ നിന്നും. ഇപ്പം ഈ സ്ത്രീയുടെ കഥയിൽ നിന്ന് ഒരു ഗുണപാഠം കിട്ടാനുണ്ട്. മനുഷ്യരോട് പെരുമാറുമ്പോൾ സൂക്ഷിക്കണം, എല്ലാവരെയും സഹാനുഭൂതിയോടും ദയവോടുകൂടിയും കാണണം. അധികാരത്തിൻ്റെ ശ്രേണികളിലാണ് നമ്മൾ ഇരിക്കണമെങ്കിൽ ആ അധികാരം ജനങ്ങൾക്ക് പ്രയോജനകരമാവുന്ന രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. അപ്പം അതിലൊക്കെ ഞാൻ ഇപ്പോഴും എന്താ ആദരിക്കുന്നൊരു വ്യക്തി ജയലളിതയാണ്. അവരൊരിക്കലും ജനങ്ങളിൽ നിന്ന് ഇങ്ങനെ എന്താ പറയണ ഒരു ജനങ്ങളെ അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടില്ല. ഒരു തവണ അവർക്ക് വെറുപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവര് 91, 96 പീരീഡിൽ മാത്രമാണ് അവർ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നപ്പോൾ അതും അവരെ പറഞ്ഞ് പറ്റിച്ചതാണ് ശശികല എന്ന് പറഞ്ഞ സ്ത്രീ. അതല്ലെങ്കിൽ ജയലളിത ബേസിക്കലി അവർ നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു, നല്ല മനുഷ്യസ്നേഹിയായിരുന്നു അവർ. അതിനുശേഷം വന്നപ്പോഴൊക്കെ 10 വർഷം അവർ തുടർച്ചയായിട്ട് ഭരിച്ചു. അതിനു മുമ്പ് 2001 തൊട്ട് 96 തൊട്ട് 2001 തൊട്ട് 2006 വരെ ഭരിച്ചു. ദെൻ 2011 തൊട്ട് അവർ മരിക്കണവരെ അവർ മുഖ്യമന്ത്രിയായിരുന്നു. അവർ വളരെ മാന്യമായ രീതിയിലാണ് ഭരിച്ചത്. അപ്പോൾ അതിൽ നിന്നെങ്കിലൊക്കെ ഈ സ്ത്രീക്ക് എന്താ കുറേ ഇത് കണ്ട് പഠിക്കാനുണ്ടായിരുന്നു. അവർ പഠിച്ചിട്ടില്ല. ചരിത്രത്തിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ വൈമുഖ്യം കാണിക്കുന്നവർ, അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാൻ കൂട്ടാക്കാത്തവർ, അവർ പഴയ ആൾക്കാർക്ക് പറ്റിയ അതേ തെറ്റ് പിന്നെയും ആവർത്തിക്കും എന്നാണ് ഒരു ഇംഗ്ലീഷ് ഫിലോസോഫർ, അദ്ദേഹം ജോർജ് സായന്താന എന്ന് വന്നിട്ട് പറഞ്ഞ ഒരു പേരുണ്ട് ജോൺ സായന്താന ഓർ സംതിങ് ലൈക്ക് ദാറ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ഇന്നും പ്രാവർത്തികമാണ്. ഇപ്പോൾ അതുമാത്രമോ സുവേന്ദു അധികാരിനെ കൊല്ലാനായിട്ട് നടത്തിയ ശ്രമം അതൊരു പ്ലെയിൻ ട്രൂത്ത് അല്ലേ. അവർ സുവേന്ദു അധികാരിയെ കൊല്ലാൻ വേണ്ടി കൊലപാതകളെ ഇടപാട് ചെയ്തിരുന്നു. അത് ഇവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. അത് എനിക്ക് തോന്നുന്നു ബംഗാൾ പോലീസ് അല്ല കേസ് അന്വേഷിക്കേണ്ടത്. ആ കേസ് അന്വേഷിക്കേണ്ടത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയോ CBIയോ ആയിരിക്കണം. കാരണം ബംഗാളിലെ പോലീസ് ഫോഴ്സ് മൊത്തം പൊളിറ്റിസൈസ്ഡ് ആണ്. എല്ലാം TMC കാഡേഴ്സാണ് ബംഗാളിലെ പോലീസ്. അതല്ലെങ്കിൽ പ്രിയനറിയില്ലേ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 165 ഉദ്യോഗസ്ഥന്മാരെയാണ് ട്രാൻസ്ഫർ ചെയ്തത് ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ അർത്ഥം എന്താ, അവർ രാഷ്ട്രീയമായി അവർക്ക് മറ്റേ ഈ മറുതയുടെ അടുത്തേക്കാണ് ചായ്വെന്ന് എല്ലാവർക്കും അറിയാം. അതെ. അല്ല സാർ, പക്ഷേ എനിക്കുള്ള സംശയം, അധികാരം നഷ്ടപ്പെട്ട മമത അപകടകാരിയാണെന്ന് കാര്യത്തിൽ സംശയമില്ല. മമത ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനി എന്ത് ചെയ്യും? മമതയുടെ നീക്കം എന്തായിരിക്കും? അവർക്ക് തിരിച്ചു വരാനായിട്ട് അവർക്ക് BJPയുടെ ഗവൺമെൻറ്റിൽ നടന്നേക്കാവുന്ന എന്തെങ്കിലും അപജയങ്ങളോ അതല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങളോ അതല്ലെങ്കിൽ തെറ്റായ നടപടികളോ ജനശ്രദ്ധയിൽ കൊണ്ടുവന്ന് ജനങ്ങളിലേക്ക് അവർക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും. പക്ഷേ ഇനിയിപ്പോൾ അതിനുള്ള സാധ്യത, അവർക്കൊരു ഏകാധിപതി പോലെ പെരുമാറാനായിട്ടുള്ള സാധ്യത കുറഞ്ഞു. കാരണം കോൺഗ്രസും CPI-എമ്മും താങ്ക്സ് ടു BJP അവിടെ പ്രവർത്തനം ആരംഭിച്ചു മിനിങ്ങാന്ന് തൊട്ട്. അവർക്കിപ്പോൾ ശ്വാസം വിട്ട് പുറത്തിറങ്ങി നടക്കാം, ധൈര്യമായിട്ട് ശ്വാസം വിടാം, ഒരു കുഴപ്പമില്ല. പിന്നെ BJPക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ട്, കുറച്ച് കൂടുതൽ വിശ്വാസമുണ്ട്. എല്ലാവർക്കും കൂടുതൽ സ്വാതന്ത്ര്യം നൽകണം എന്നുള്ള അഭിപ്രായക്കാരാണ്. കാര്യം ഇവരൊക്കെ പറയും BJP വർഗീയവാദികളാണെന്ന്, ഫാഷിസ്റ്റാണെന്നൊക്കെ പറയും. പക്ഷേ യഥാർത്ഥ ഫാഷിസ്റ്റുകളെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം ഇവിടുത്തെ ജനങ്ങളുടെ. പക്ഷേ ഇനിയിപ്പോൾ മമതയ്ക്ക് വേറെ എന്ത് വഴിയുണ്ട് എന്നുള്ളതും കൂടെ ഉണ്ട്. പ്രതിപക്ഷത്തിരിക്കുമോ മമത? പ്രതിപക്ഷത്തിരിക്കുക ആയ്മ തോറ്റില്ലേ? ആയ്മയ്ക്ക് നിയമസഭയിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് നയിക്കേണ്ടി വരില്ലേ? സഭയ്ക്ക് പുറത്ത് നിന്നിട്ട് നയിക്കാം വേണമെങ്കിൽ. പക്ഷെ ജനങ്ങൾ അവരുടെ കൂടെ നിൽക്കുമെന്ന് സംശയമാണ്. ഇനി പ്രതിപക്ഷ നേതാവാൻ പോകുന്ന ആളായിരിക്കും തൃണമൂൽ കോൺഗ്രസിൻ്റെ സർവാധികാരിയാവാൻ പോണത്.
ഞാൻ ഇന്നലെ കണ്ടൊരു കാഴ്ച, ഒരു നാണം കെട്ട കാഴ്ചയുണ്ട്. അഖിലേഷ് യാദവ് ചെന്നിട്ട് മമതാ ബാനർജിയെ കണ്ടിട്ട് നിങ്ങൾ തോറ്റിട്ടില്ല, ഞങ്ങൾ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്തുണ അറിയിക്കുന്നു. ജനാധിപത്യത്തിന് പുല്ല് വില പോലും കൊടുക്കാത്തവന്മാരാണ് ഇവന്മാരെന്ന് മനസ്സിലാവുകയല്ലേ ഇത്. അല്ല, അയാൾക്ക് എന്ത് രാഷ്ട്രീയത്തിൽ എന്ത് ഇതുണ്ട്? അയാൾ മുലായം സിംഗ് യാദവിൻ്റെ മകനാണെന്ന് പറയപ്പെടുന്നു. ആ ഒരേ ഒരു ക്വാളിറ്റി അയാൾക്കുള്ളൂ. അതിനപ്പുറത്ത് അയാൾക്ക് വേറൊരു ക്വാളിറ്റിയും ഇല്ല. അയാൾക്ക് എന്താ ഈ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് അയാളൊരു പ്ലേ ബോയ് ആയിരുന്നു അയാൾ. ഈ എന്താ പിള്ളേരുടെ കൂടെ തേരാപാര ബൈക്കിൽ കയറി ചുറ്റി അടിച്ച് നടന്നിരുന്ന ആളാണ്. ഓവർനൈറ്റ് ആളെ കൊണ്ടുവന്ന് രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് വെച്ച് പിന്നെ മുഖ്യമന്ത്രിയാക്കി. മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അയാൾ തികഞ്ഞ പരാജയമായിരുന്നു. ഇപ്പം പ്രിയന് തോന്നുന്നുണ്ടോ അയാൾ നന്നായിട്ട് ഭരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ വേറൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അവിടെ എത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഉത്തർപ്രദേശിനെ എന്നേക്കുമായി ഒരു ദരിദ്ര സംസ്ഥാനമായി ചാപ്പ കുത്തി സീലടിച്ച് മാറ്റിയിടുന്നതിലാണ് ഇവർക്കൊക്കെ വിജയം. കാരണം ജനങ്ങൾ ഒരിക്കലും വിവരം വെക്കരുത്, ജനങ്ങൾക്കൊരിക്കലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഉണ്ടാവരുതെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ ഭരിച്ചിരുന്നത്. കാരണം ഇങ്ങനെയൊക്കെ ഫെസിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് വിദ്യാഭ്യാസവും വിവരവും കിട്ടി സംസ്കാര സമ്പന്നരാവും. അതിൽ കുറേ പേർ രാഷ്ട്രീയത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മുലായം സിംഗ് യാദവിൻ്റെ ചെറുക്കന് പ്രസംഗിക്കാനെന്ന് അറിയാൻ പാടില്ല. അയാൾ എന്തൊക്കെയോ ആരോ എഴുതി കൊടുത്തിരിക്കണം പ്രസംഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവരൊരു കുടുംബ തൊഴിലാണിത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പ്രസംഗിക്കാനുണ്ടല്ലേ, അയാൾ വീട്ടിൽ സമയം പോകുമ്പോൾ വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോൾ കുറച്ച് നേരം ഇവിടെ വന്ന് എന്തെങ്കിലും ബഹളം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ പാർലമെൻറ്റിൽ വരുന്നത്. അല്ലാണ്ട് അയാൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. അപ്പോൾ അതിൻ്റെ മറ്റൊരു ഉൽപ്പന്നമാണ് ഈ മുലായം സിംഗ് യാദവിൻ്റെ മകൻ അഖിലേഷ് യാദവ്. ഇനി മമതാ ബാനർജിയുടെ ബാക്കി കാലഘട്ടത്തിനെ പറ്റി ചോദിക്കുമ്പോഴത്തേ ഒരു കാര്യം കൂടിയുണ്ട്. ശാരദാ ചിട്ടി ഫണ്ട്സ് അടക്കമുള്ള കൊടിയ അഴിമതികൾ മമതാ ബാനർജിയുടെ പേരിലുണ്ട്. മമതാ ബാനർജിക്ക് ഇനി അങ്ങോട്ട് ജയിൽവാസമായിരിക്കുമോ? ജയിലിൽ പോകേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പല്ലേ? കാരണം ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ അമ്മേനെ അറസ്റ്റ് ചെയ്യും. ഈ വൈറ്റ് കോളർ ക്രൈം എന്ന് പറയുന്നത് നമ്മളൊരു വീട്ടിൽ കയറി മോഷ്ടിക്കുന്നതിനേക്കാളും ഗൗരവമായൊരു കുറ്റമാണ്. അങ്ങനെ വൈറ്റ് കോളർ ക്രൈമിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളായിരുന്നു സഹാറ ഗ്രൂപ്പിൻ്റെ ഒരു ചെയർമാൻ ഉണ്ടായിരുന്നു. ഞാൻ അയാളുടെ പേര് മറന്നുപോയി. അയാൾ മരിച്ചുപോയി. അയാൾ എത്രയോ നാളാണ് ജയിലിൽ കിടന്ന് ജാമ്യം പോലും കിട്ടാണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർക്ക് പ്രത്യേകിച്ച് കോടതിയുടെ ഒരു പരിഗണനയും കിട്ടില്ല. അത് മാത്രമല്ല അവർ കോടതിനെ വെറുപ്പിക്കാവുന്നതിൻ്റെ പരമാവധി വെറുപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രശാന്ത് ഭൂഷണിനെ പോലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓടി കോടതിയിലെ കേസ് കൊണ്ട് കൊടുക്കും. അവസാനം ജഡ്ജിൻ്റെ വായിലെ നാക്ക് മുഴുവൻ കേൾക്കും, അവിടെ നിന്ന് നാണം കിട്ടാൻ ഇറങ്ങിപ്പോരും. എന്തായാലും ഇത്രയും വയസ്സായി മമതയ്ക്ക്, ഇനി ജയിലിലാവുകയാണെങ്കിൽ ജയിലിൽ കിടന്ന് തന്നെ തീരേണ്ടി വരും. ഇല്ല, 71 വയസ്സേ ആയിട്ടുള്ളൂ. വേണമെങ്കിൽ സ്റ്റാലിനെയൊക്കെ ഒരു പ്രപ്പോസ് ചെയ്തുകൊണ്ട് കല്യാണം കഴിക്കാവുന്നതാണ്. അങ്ങനെ തമിഴ്നാടും ബംഗാളും തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കാൻ. തമാശ പറയല്ല, സ്റ്റാലിന് കല്യാണം ഒരു ബംഗാളിയുടെ ഒരു ഭാര്യ ഉണ്ടായെന്ന് വെച്ചിട്ട് കുഴപ്പമില്ലല്ലോ. സ്റ്റാലിനാണെങ്കിൽ ബംഗാളി അറിയില്ല, ഇവർക്കാണെങ്കിൽ തമിഴും അറിയില്ല. അപ്പോൾ വഴക്കുണ്ടാവില്ല, കമ്മ്യൂണിക്കേഷൻ ക്ലാഷ് ഉണ്ടാവില്ല, ഉണ്ടാവില്ല, വഴക്കുണ്ടാവില്ല അപ്പോഴും.